എല്ലാവർക്കും ലേൺ വിത്ത് സ്കിപ്പിലെ അടുത്ത ഒരു സ്റ്റഡി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ആൻഡ് വർക്കാണ് കേട്ടോ. ഇതിൻ്റെ ബേസിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബേസിക് ടൈം ആൻഡ് വർക്കിലുണ്ടല്ലോ, 1 മിനിറ്റിൽ താഴെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊരു മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാ RRB, SSC, PSC, ബാങ്ക്, പ്ലേസ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാത്തിലും ചോദിക്കുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് ടൈം ആൻഡ് വർക്ക്. ഇനി ടൈം ആൻഡ് വർക്കിൽ ഒരു ചോദ്യം കണ്ടാൽ നിങ്ങൾ ആരും പകച്ച് പേടിച്ച് നിൽക്കരുത്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. ടൈം ആൻഡ് വർക്കിലെ ബേസിക്സ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ലേൺ വിത്ത് സ്കിപ്പ് എന്ന ഈ സ്റ്റഡി ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ യൂട്യൂബിൽ. എല്ലാവർക്കും അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, X can do a piece of work in 6 days. Y can do it in 12 days. In how many days will they do it together? നോക്കാം. Xന് 6 ദിവസം കൊണ്ട് പണി ചെയ്യാൻ പറ്റുന്നത്രേ. വൈക്ക് അതേ ജോലി 12 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ ഒരുമിച്ചാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് പണി ചെയ്ത് തീർക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എക്സിന് 6 ദിവസമല്ലേ, വൈക്ക് 12 ദിവസമല്ലേ, നമ്മൾ അവരുടെ LCM എടുക്കും. എങ്ങനെയാണ് LCM എടുക്കുക? LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതെടുക്കാൻ ബിഗ്ഗസ്റ്റ് നമ്പർ നോക്കിയാൽ മതി. 12 ആണ് ഇവിടെ ബിഗ് നമ്പർ. 12 ഡിവൈഡഡ് ബൈ 6 നേരെ പോവുമല്ലോ, ഡിവിസിബിൾ ആണല്ലോ. അപ്പം നമുക്ക് 12 തന്നെ എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ LCM എന്ന് പറയുന്നതാണ് ടോട്ടൽ വർക്ക്. ഓക്കെ, ടോട്ടൽ വർക്കാണ് ഈ LCM എന്ന് പറയുന്നത്. അപ്പോൾ ഈ 12 പണി ആണ് ചെയ്ത് തീർക്കേണ്ടത്. അപ്പോൾ എക്സ് ഒരു ദിവസം എത്ര പണി ചെയ്യുന്നുണ്ട്? 6 ദിവസം കൊണ്ടാണ് മൊത്തം പണി ചെയ്യുന്നത്, 12 പണി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അവൻ 2 പണി ചെയ്യുന്നുണ്ടല്ലോ. അവൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ വർക്ക് റേറ്റ് 2 ആണല്ലോ. ഇനി വൈ 12 ദിവസം കൊണ്ടാണ് 12 പണി തീർക്കുന്നത്. അതായത് ഒരു ദിവസം ഒരു പണിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 2ഉം കിട്ടി 1ഉം കിട്ടി. അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നതാണ് അത്. ഓക്കെ, ഒരുമിച്ച് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പണി ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം എത്ര പണി തീരും? 2 + 1 3 പണി തീരും അല്ലേ? അപ്പോൾ ഒരു ദിവസത്തെ അവരുടെ വർക്ക്, രണ്ടുപേരുടെയും കൂടെ വർക്ക് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അതായത് വർക്ക് റേറ്റ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 3 ആണ്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? രണ്ടുപേരും കൂടെ ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പണി തീരും? 12 പണി ഒരു ദിവസം 3 പണി വെച്ച് തീർത്താൽ മൊത്തം എത്ര ദിവസം എടുക്കും? 12/3 ദിവസം എടുക്കും അല്ലേ? അതായത് 4 days. ഓക്കെ, ഇതെങ്ങനെ 1 മിനിറ്റിൽ താഴെ ചെയ്യാം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ടോട്ടൽ ഡേയ്സ് ആണ് ഈ 4 എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്നറിയാമോ? നിങ്ങൾക്ക് എന്താണ് മെത്തേഡ് എന്ന് മനസ്സിലായല്ലോ. ഇനി ഒന്നും ആലോചിക്കണ്ട. എക്സും വൈയും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. എക്സും വൈയും തന്നു. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? എക്സിന് 6 ദിവസം എടുക്കുമെന്നും വൈക്ക് 12 ദിവസം എടുക്കുമെന്നും. LCM കണ്ടുപിടിക്കുക. 12 12/6 2, 12/12 1, 2 + 1 ആഡ് ചെയ്യുക 3, 12/3 എഴുതുക 4. കിട്ടിയോ? 1 മിനിറ്റ് വേണോ ഇതിന്? വേണ്ടേ വേണ്ട അല്ലേ? പെട്ടെന്ന് കിട്ടിയില്ലേ ഈ ഉത്തരം? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. A and B together take 6 days to finish a work. If A alone can do it in 10 days, how many days will B alone take to do it? നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? മുമ്പ് തന്നത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ സമയവും തന്നു. എന്നിട്ട് ടോട്ടലി ഇവർ ഒരുമിച്ചാണെങ്കിൽ സമയം എത്ര എടുക്കും എന്നാണ് ചോദിച്ചത്. ഇവിടെ അങ്ങനെയല്ല. A + B 6 ദിവസം എടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. എ ഒറ്റയ്ക്ക് 10 ദിവസം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഇങ്ങനെയാണ്. A + B യും എയും തന്നിട്ടുണ്ട്. ഇനി ബി മാത്രം എത്ര ദിവസം എടുക്കുന്നതാണ് ചോദിക്കുന്നത് അല്ലേ? നമുക്ക് ഇവിടെയും LCM എടുക്കാം. LCM 6ൻ്റെയും 10ൻ്റെയും LCM എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 6 ഇവിടെ 5 എന്ന് കിട്ടും. 30/10 എന്ന് പറയുന്നത് ഇവിടെ 3 എന്നും കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ 5 ഉണ്ടല്ലോ, മുമ്പ് എന്ത് ചെയ്തു? നമ്മൾ 5 + 3 ആണ് ചെയ്തിരുന്നത്. ഇവിടെ എയും ബിയും തന്നിരുന്നപ്പോൾ ഇവിടെ A + B യും എയും അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? 5 - 3 ചെയ്യണം. 5 - 3 എന്ന് പറയുന്നത് 2 ആണ്. 30/2 ചെയ്ത് കഴിഞ്ഞാൽ 15 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പം എത്ര ദിവസം ബി മാത്രം എടുക്കും?
15 ദിവസം കൊണ്ടാണ് ബി ഒറ്റയ്ക്ക് ഈ പണി ചെയ്ത് തീർക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? 1 മിനിറ്റിൽ താഴെ പോരെ ഇതിന്? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി 3 പേരുടെ പണിയാണ് പറയാൻ പോകുന്നത്. എക്സ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 ഡേയ്സ്, വൈ ക്യാൻ ഡു ഇറ്റ് ഇൻ 20 ഡേയ്സ് ആൻഡ് സെഡ് ക്യാൻ ഡു ഇറ്റ് ഇൻ 24 ഡേയ്സ്. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ഓൾ ഡു ഇറ്റ് ടുഗെദർ? നോക്കാം. എക്സിന് 30 ദിവസം വേണമെന്ന്, വൈക്ക് 20 ദിവസം വേണമെന്ന്, സെഡിന് 24 ദിവസം വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ LCM വേഗം എടുത്തോളൂ. എത്രയാണ് LCM? 120. എന്ന് വെച്ചാലേ ഈ 120 എക്സിന് എങ്ങനെ വരും? 120 by 34, 120 by 26, 120 by 24, 5. എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ എത്ര കിട്ടി? 4 plus 6 plus 5. 4 plus 6, 10 plus 5, 15. 120 by 15 which is 8. Okay? 8 days ആണ് 3 പേരും കൂടെ ഒരുമിച്ച് എടുക്കുന്നത്. ബുദ്ധിമുട്ടില്ലല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. M and N can do a piece of work in 8 days. O can do it in 24 days. How many days will M, N and O do it together? അതായത് ഇവിടെ M, N എന്ന് പറയുന്ന 2 പേരുടെ ഒരുമിച്ച് 8 ദിവസം എടുക്കുന്നാണ് പറയുന്നത്. O എന്ന് പറയുന്ന ആള് 24 ദിവസം എടുക്കുന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, M പ്ലസ് N 8 ദിവസം, O 24 ദിവസം. എങ്കിൽ M പ്ലസ് N പ്ലസ് O എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ M പ്ലസ് N 8 ഡേയ്സും O 24 ഡേയ്സും ആണെങ്കിൽ വീണ്ടും go to LCM. LCM is 24. 24 by 8 is 3. 24 by 24 is 1. 3 plus 1 is 4. 24 by 4 is 6. Now, what is our answer? 6 ദിവസം. എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. A can do a piece of work in 16 days. B can do the same work in 12 days. With the help of C, they finish the work in 6 days. C can do the work in how many days working alone? ഇവിടെ 3 പേരുടെ A, B, C 3 പേര് ഒരുമിച്ചാണെങ്കിൽ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം തന്നിട്ടുണ്ട്. എത്രയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സി ദേ ഫിനിഷ്ഡ് വർക്ക് ഇൻ 6 ഡേയ്സ് എന്ന് പറയുന്നുണ്ട്. 6 ദിവസം മതിയെന്ന്. അങ്ങനെയാണെങ്കിലേ എക്ക് എത്ര ദിവസം വേണമെന്നാ പറയുന്നത്? 16 ഡേയ്സ്. ബിക്ക് എത്ര ദിവസം വേണം? 12 ഡേയ്സ്. വീണ്ടും we'll take the LCM 6, 16 and 12. LCM is 48. Now 48 by 6 is 8. 48 by 16 is 3. 48 by 12 is 4. Okay, നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവിടെ 8 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ടോട്ടൽ is 8. A is 3, B is 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 8 minus 3 plus 4 എന്ന് ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടാണ്? ടോട്ടലിൽ നിന്ന് എയുടെയും ബിയുടെയും റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ സിയുടെ റേറ്റ് കിട്ടിയല്ലോ. അപ്പോൾ 8 minus 3 plus 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 plus 4 7. 8 minus 7 1. 48 by 1 is 48 itself. So our answer is 48 days. ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ. വളരെ എളുപ്പമല്ലേ? അങ്ങനെ എല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കണേ. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേര് LCM മെത്തേഡ് എന്നാണ്. വർക്ക് റേറ്റ് മെത്തേഡ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഇനി ഒരു 2 പ്രോബ്ലം ഞാൻ എക്സർസൈസ് ആയിട്ട് നിങ്ങൾക്ക് തരാം. അതിൻ്റെ ആൻസർ ഞാൻ കമൻറ്റിൽ എഴുതുകയും ചെയ്യാം. ഒന്ന് ശ്രമിച്ചു നോക്കണേ എല്ലാവരും. ഇതുപോലെ ഈ മെത്തേഡിൽ 1 മിനിറ്റിൽ താഴെയല്ലേ നിങ്ങൾക്ക് എടുക്കുന്നുള്ളൂ. ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണേ. ലേൺ വിത്ത് സ്കിപ്പ്. താങ്ക് യു. ക്വിസിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. E and F are 2 friends working together to finish a work in 24 days and E alone can do the same work in 36 days. In how many days can F alone complete the work? ചോദ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എല്ലാവരും ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കണേ. 36 ഡേയ്സ് ആണോ ഉത്തരം? 24 ആണോ? 72 ആണോ? 48 ആണോ? അതോ നൺ ഓഫ് ദീസ് ആണോ ഉത്തരം? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ.
ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ആൻസർ കമന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Second question. L can finish a work in 16 days and M can do the same work in 12 days. With the help of N, they did the work in 4 days only. Then N alone can do the work in how many days? 48 by 5 days ആണോ, 48 by 7 days, 48 by 11 days, 10 days or none of these? എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. 2 ദിവസം കഴിഞ്ഞിട്ട് ആൻസർ കമന്റ് ഇടുന്നതാണ്. എല്ലാവരും കമന്റ് ചെയ്യണേ ആൻസേഴ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഈ വീഡിയോ കൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലേൺ വിത്ത് സ്കിപ്പ്. താങ്ക് യു.